ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു കഞ്ഞിയും പയറുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം മഴയൊക്കെ അല്ലേ, ഡിന്നറിന് പറ്റിയൊരു ഐറ്റം ഇതേ. നല്ല ചൂട് കഞ്ഞിയും പച്ചക്കായിട്ട് പയറുകറിയേ. അതിന് വേണ്ടി ഇതാണ് 150 ഗ്രാം ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാനിത് കഴുകി റെഡിയാക്കിക്കൊണ്ടിരേ. നോക്കി, ഞാൻ പയർ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്രഷർ കുക്കറിലോട്ട് ഇറക്കി വെക്കേ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇതൊന്ന് അടച്ചിട്ട് മതി. പച്ചക്കായ ഇപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കാര്യം വെന്ത് കുഴഞ്ഞു പോകും. പച്ചക്കായ്ക്ക് വലിയ വേവില്ലല്ലോ. ഇനി നമുക്ക് സ്റ്റൗ കുത്തി അടുപ്പിൽ വെക്കാം. നമുക്ക് ഗ്യാസ് ഓണാക്കേ. 4 വിസിൽ വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ പച്ചക്ക അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ നേന്ത്രക്ക അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ്, കാര്യം കായ്ക്ക് കറയുണ്ട്. വലുതായിട്ടൊന്നും മേൽത്താ തൊലിയില്ലേ, അത് മാത്രം ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. ആഴത്തിലൊന്നും പോട്ടെ. ഇനി ഇത് ഇതായിട്ട് നിൽക്കാം. ഇനി ഇത്രച്ച കഷ്ണങ്ങളായിട്ട്, ചെറിയ കഷ്ണം ആക്കണ്ട, അത്ര വലിയ കഷ്ണവും ആക്കണ്ട. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മഞ്ഞ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കറ പോയി കിട്ടും. അപ്പോൾ അതുപോലെ ഇതും അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ, നമ്മൾ 2 കായും അരിഞ്ഞു കഴിഞ്ഞേ. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് വിസിലൊക്കെ വന്ന് റെഡിയാവട്ടെ. ഇത് വെള്ളത്തിൽ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം. നല്ല കറയുണ്ട് ഇതിന്. അപ്പം ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം. നമ്മുടെ പയറിൻ്റെ 4ാമത്തെ വിസിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി കേൾക്കട്ടെ. നമ്മുടെ പയർ ഇങ്ങോട്ട് മാറ്റിയേക്കാം. ഇതിൻ്റെ ആവി പോയി വരുന്നവരെ ഇങ്ങോട്ട് മാറ്റിയേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കാം. സ്റ്റൗ ഓണാക്കാം. ഈ കടായി എടുത്ത് വെക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഞാൻ മഞ്ഞവെള്ളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, മഞ്ഞളിട്ട വെള്ളത്തിൽ കണ്ട അതിൻ്റെ ഇത് കണ്ട കറ കണ്ട ഇരുവിരാന്ന് കിടക്കുന്ന ഇത് കഴുകിക്കളഞ്ഞ് വേറൊരു വെള്ളത്തിലും കൂടെ കഴുകിയെടുക്കേ. ഓക്കെ, മറച്ച് കറയുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്തോണ്ട് വരട്ടെ. അപ്പോൾ ഇതേ പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ശകലം മതിയേ, ഇത്രയും മതി. ഇതിലോട്ട് ഈ പച്ചക്കായ ഇട്ട് കൊടുക്കുക. ഞാൻ അത് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 2 വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ സിമ്മിൽ തന്നെ കിടന്നാൽ മതി. ഇതിൽ കിടന്ന് ഒരു 4-5 മിനിറ്റ് വേവട്ടെ.
5-6 മിനിറ്റ് കിടക്കട്ടെ. സിമ്മിലിട്ടേക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. പച്ചക്ക വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, പിന്നെ ഒരു 7 വെളുത്തുള്ളി അല്ലേ, ചെറുതാണേ, അതിട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് ഒരു മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടി തേങ്ങയില്ലേ, ഇതിൻ്റെ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്ത്. അതിന് പയറ് കുറവല്ലേ ഉള്ളൂ, 150 ഗ്രാം പയറുള്ളേ. ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, പിരിയമുളക് പൊടിയാണേ, ഇട്ട് കൊടുത്ത് ഇതൊന്ന് തരുതരേ നരച്ചുകൊണ്ട് വരാം. അത്ര അങ്ങ് അരയണ്ട, എന്നാലും ഒരു വിധം അവിയലിനൊക്കെ അരയുന്നില്ലേ ആ രീതിയിൽ അരച്ചെടുക്കേ. ഓക്കെ, നമ്മുടെ അരപ്പ് അരച്ചുകൊണ്ട് വന്ന് ഉണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഈ പച്ചക്കായ നോക്കാം. പച്ചക്കായയിൽ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല, ആ എണ്ണയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചില്ലേ, അത് മാത്രമേ ഉള്ളൂ. പച്ചക്കായൊക്കെ നല്ല വെന്ത്. ഇനി ഇതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കേ. അരപ്പിച്ച പച്ച മണം ഒന്ന് മാറി കിട്ടണേ. നമ്മുടെ പയറ് നോക്കാം ഇനി. ഓക്കെ, പയറൊക്കെ നല്ല കറക്റ്റ് വെന്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കുഴമ്പ് പോലത്തെ കറിയല്ലേ, അന്നേരം ആ വെള്ളം അത്രയും തന്നെ വെള്ളം വെച്ച് വേവിക്കണേ. ഇതൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയേ. ഇനി മിക്സിയുടെ ജാറ് കഴുകി ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിലോട്ട് ഈ പയറില്ലേ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. സ്പൂണ് മാറ്റാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. തീ മീഡിയത്തിന് മേളിൽ വെക്കാം. ഇനി തിളക്കട്ടെ. ഓക്കെ, നമ്മുടെ പയറ് നല്ല റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഞാനിപ്പം പപ്പടം വറുത്ത എണ്ണയാണിതേ. നമ്മൾ പപ്പടം എടുത്തിട്ട് പപ്പടത്തിൻ്റെ ആ പൊടിയില്ലേ, മേലത്തെ പൊടി, അത് തുടച്ച് കളഞ്ഞ് എന്നിട്ട് വറുത്തെടുക്കണേ. അന്നേരം ഇതിനകത്ത് പൊടിയും അഴുക്കും വരുത്തില്ല. കേട്ടെ, ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒരു 2 സാമ്പാറുള്ളി അരിഞ്ഞത് അതിട്ട് കൊടുത്ത് ഇതിലോട്ട് 1-2 മുളക് മുറിച്ചിട്ടേ അതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ. നമ്മൾ താളിക്കാനുള്ള ഉള്ളിയും മുളകും എല്ലാം നല്ല റെഡിയായേ. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനകത്തോട്ട്
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ കറി എടുക്കാം. ഓക്കെ, നല്ല മഴ പുറത്ത്. ഈ രാത്രി ഡിന്നർ എൻ്റെ അമ്മോ എന്താ ടേസ്റ്റ് എന്നറിയോ. നല്ലോണം മിക്സ് ചെയ്യാം. താളിച്ചൊഴിച്ചു കൊടുത്തേക്കല്ലായിരുന്നോ. ഇനി ഇരിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. മണി 8:30 മണി കഴിഞ്ഞ്. ഇങ്ങോട്ട് പകർന്നെടുക്കാം. കണ്ടില്ലേ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയും പയറും ഒക്കെ നല്ല മട്ട വടിയരി എന്താ നല്ല സൂപ്പർ കഞ്ഞി, പിന്നെ പയറ്, പിന്നെ നമ്മുടെ എണ്ണമാങ്ങ, പിന്നെ പപ്പടം. ഇത്രയും ടേസ്റ്റായിട്ടൊരു നല്ല മഴയും തണുപ്പും. അപ്പം ചൂട് കഞ്ഞിയല്ലേ നല്ലത്. ജലദോഷം ഉണ്ടെങ്കിലോ എന്തിനും പറ്റുന്ന. പിന്നെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പപ്പടം ചുട്ടെടുക്കാം. എണ്ണ തേക്കാതെ നമ്മൾ ദോശക്കല്ലിലല്ലേ, അത് ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്താൽ, അല്ലെ മൈക്രോവേവിനകത്ത് വെച്ച് 1-2 മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ പിക്കിള്, എൻ്റെ എണ്ണമാങ്ങ പിക്കിളാണ്. ശക്കലം മതി. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വർഷങ്ങളോളം വെളിയിരിക്കേ. അപ്പം ഇതുമുണ്ട്. അപ്പം ഇതും ഓക്കെ. പയറ് കണ്ടില്ലേ. ഓക്കെ, പയറ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിന്നറാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. മഴയത്ത് പറ്റിയൊരു ഡിന്നറാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.